ഹലോ, ഇന്ന് നമ്മുടെ 10ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നാണ് പട്ടും ശബരിമലയിൽ നിന്ന് എല്ലാവരും തിരിച്ചു വരുന്നത്. ഇന്ന് മൺഡേ ആണ്. ഇന്ന് ക്ലാസ് ഉണ്ട്. പട്ടു പോകുന്നില്ല കേട്ടോ. പട്ടു എന്തായാലും ഒരു 9 മണിയൊക്കെ കഴിയും തിരിച്ചു വരാനായിട്ട്. അതുകൊണ്ട് അവളെന്നെ സ്കൂളിലേക്ക് വിടുന്നില്ല. അവൾക്കൊരു 8 മണിയാകുമ്പോഴേക്കാണ് സ്കൂളിലേക്ക് പോകേണ്ടത്. അപ്പോൾ പറ്റില്ല. പക്ഷേ ചുണ്ടുവിനെ ഇന്ന് ക്ലാസ്സിലേക്ക് വിടണം. അപ്പോൾ അവൾക്ക് വേണ്ടതൊക്കെ ആക്കി കൊടുക്കുകയാണ് ഞാൻ. പോരാത്തതിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഞ്ഞിയും പയറും പപ്പടം അതൊക്കെയായിരുന്നു. അപ്പോൾ ചുണ്ടു സ്കൂളിൽ പോകാനൊക്കെ റെഡിയായി. ആ സമയത്താണ് കേട്ടോ പട്ടു വരുന്നത്. വന്ന ഉടനെ തന്നെ ബാഗെല്ലാം പുറത്തോട്ടെടുത്ത് ബാഗിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചിട്ട് അവൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറേ ടോയ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഞാനിത് വാങ്ങിയിട്ടുണ്ട്, നിനക്കിത് വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടിട്ട് ചുണ്ടുവിനെ ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അവൾക്കായിട്ട് 1-2 സാധനങ്ങൾ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ചുണ്ടുവിനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചുണ്ടുവിന് ഇഷ്ടപ്പെട്ടത് പട്ടു വാങ്ങിയ സാധനങ്ങളാണ്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് 2 പേര് വാശിയായിരുന്നു. പക്ഷേ 2 പേര് വിട്ടുകൊടുക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തർക്കമായി, അടിയായി, കരച്ചിലായി. സ്കൂളിലേക്ക് പോകുന്ന സമയം തന്നെ ലേറ്റായി. ഈ പ്രശ്നം സോൾവ് ആയിട്ട് എന്തായാലും സ്കൂളിലേക്ക് വിടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും വാരിയിട്ടും ഷെൽഫിൽ എടുത്തു വെച്ചു കേട്ടോ. ഇന്ന് അപ്പുവിന് ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ജോലിയും ഓഫീസൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നാളെ അവൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിലോട്ട് കൊണ്ടാക്കാനായിട്ടുള്ള തിരക്കിലൊക്കെ പെട്ടു. രാവിലെ എത്ര നേരത്തെ ഇട്ടാലും ആ പോകുന്ന നേരത്തെ ഒരു തിക്കും തിരക്കാണ് കേട്ടോ. ഷൂ എടുത്തോ, സോക്സ് എടുത്തോ, ID കാർഡ് എടുത്തോ, വെള്ളം എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഒരു തിരക്കാണ്. അയ്യോ ഇന്ന് ചുണ്ടുവിനെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ പട്ടുവും കൂടിയിട്ടുണ്ടായിരുന്നു. സാധാരണ ചുണ്ടു സ്കൂളിൽ പോകുന്നത് പട്ടുവിനെ കാണാൻ പറ്റാറില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് നേരെ ലഡുവിൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയപ്പോൾ എനിക്ക് ഓസിക്ക് ഒരു കോഫിയൊക്കെ കിട്ടിയിട്ടോ. ഇവരുടെ കോഫി മാത്രമല്ല കേട്ടോ, ഇവരുടെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി കഴിക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ ഇവരുടെ ഫുഡ്. ഇവർ ബ്രാഹ്മിൻസ് അയ്യങ്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വെറൈറ്റി ടേസ്റ്റൊക്കെയാണ് ഇവരെല്ലാ ഫുഡിലും നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല അടിപൊളിയാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ ഒന്നും നടന്നൊന്നുമില്ല. ആൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാനും ചെയ്യാനൊക്കെ. എന്നെ നല്ല സപ്പോർട്ട് ചെയ്യേണ്ട ആളാണ്. അതൊക്കെ കഴിഞ്ഞ് പട്ടുവിനെ കുറച്ച് ഫുഡൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു. അവൾക്ക് അങ്ങനെ അവിടെ നിന്നൊന്നും ഫുഡ് കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 12 o'clock ഒക്കെ ആയപ്പോൾ അവിടെ നിന്ന് ചുണ്ടിനെടുക്കാൻ വേണ്ടി സ്കൂളിൽ പോയി. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരില്ലേ, അതുകൊണ്ട് സ്കൂളിൻ്റെ തൊട്ടടുത്ത കടയിൽ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു ആ കടയിൽ നിന്ന്. കൂട്ടത്തിൽ പട്ടുമൊക്കെ വന്നിട്ടുള്ള കാരണം എല്ലാവരും നല്ല തകൃതിയായിട്ട് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ടാണ് പുറത്തോട്ട് വന്നിട്ടോ. പട്ടു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മേലൊക്കെ അലർജി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നൈറ്റ് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അച്ഛൻ്റെ പിറന്നാളായിരുന്നു. ഇന്ന് 70ാമത്തെ പിറന്നാളായിരുന്നു. അതുകൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പായസമൊക്കെ കുടിച്ച് വാങ്ങിയ സാധനങ്ങളൊക്കെ എൻ്റെ മേൽ പരീക്ഷിക്കുകയായിരുന്നു കേട്ടോ ചുണ്ടു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും റെസ്റ്റ് എടുത്തു. പട്ടുവിനെ തീരെ വയ്യായിരുന്നു. പോയി വന്ന ക്ഷീണവും ഉറക്കമൊന്നും കിട്ടാതെയും അതുപോലെ മേലെല്ലാം അലർജി ആയതുകൊണ്ട് ചൊറിഞ്ഞിട്ടൊക്കെ കുട്ടിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം നേരം റെസ്റ്റ് എടുത്തു. അത് കഴിയുമ്പോഴേക്കും ചായ വെക്കേണ്ട സമയമായി. ഞാൻ പേഴ്സണലി ചായ, കാപ്പി അങ്ങനെ ഒരു സാധനങ്ങളും ഞാൻ എന്നും കഴിക്കാറില്ല. കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ കോഫിയാണ് കേട്ടോ കുടിക്കാം. അപ്പോൾ ഇന്ന് ചായ മാത്രമേ വെച്ചുള്ളൂ. ചായ വെച്ചു. അതുപോലെ കേക്ക് ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടികളെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വന്നു. പട്ടുവിനെ എന്തായാലും കാണിച്ചേ പറ്റൂ. കാരണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കുട്ടിക്ക് ഒന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല. വായയുടെ ഉള്ളിലെല്ലാം അലർജി വന്നിട്ട് പാവം ഒന്നും കഴിക്കാൻ പറ്റാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ ലഡുവിനെ കാണിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ഇവിടെ മഴയൊക്കെ പെയ്ത് പോയ കാരണം വെള്ളം കെട്ടി നിന്നിട്ടൊക്കെ ഓരോരോ അസുഖങ്ങളായിട്ട് നിറയെ പിള്ളേരെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങൾ വേഗം തിരിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിലെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് കട്ടിങ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു.
പിറന്നാളും അതുപോലെ ശബരിമലയ്ക്ക് പോയ നോമ്പ് കളയണമല്ലോ, അതുകൊണ്ട് തന്നെ നൈറ്റിൽ ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, മട്ടൻ ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് KFC വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ബിരിയാണിയും കാര്യങ്ങളൊക്കെ തട്ടി. നൈറ്റ് ഫുള്ളും ഞാനും അതുപോലെ കസിൻസ് ഉണ്ടായിരുന്നു. അപ്പു ജോലിക്ക് പോയിട്ട് വന്ന കാര്യങ്ങളൊക്കെ പറയായിരുന്നു കേട്ടോ. ഫസ്റ്റ് കിട്ടിയ ജോലി, ഫസ്റ്റത്തെ ദിവസം ഒക്കെ അവൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഷെയർ ചെയ്യായിരുന്നു. അങ്ങനെ ജോലിയായിട്ടിരുന്ന് സംസാരിച്ചിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നാളത്തെ വീഡിയോയിലൂടെ കാണാം. ബൈ.